എൻ്റെ പേര് അനീഷ. ഞാൻ പൊഴിയൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഈ മോൾക്ക് പ്രസവിച്ച് 21 ദിവസമായപ്പോൾ പെട്ടെന്നിരുന്നിട്ട് ശ്വാസം മുട്ടുപോലെ വന്നു. ചുമയ്ക്കും, പിന്നെ ശ്വാസം കിട്ടാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവളെ അഡ്മിറ്റ് ചെയ്തു. ICUലാക്കി. മൂക്കിലും വായിലും ഒക്കെ ട്യൂബിട്ട് അങ്ങനെ ഒരു 11 ദിവസത്തോളം അവൾ ഹോസ്പിറ്റലിലായിരുന്നു. വീണ്ടും അടുത്ത മാസം അതേപോലെ ശ്വാസം മുട്ട് വന്നു. 7-8 ദിവസം വീണ്ടും അഡ്മിറ്റ് ചെയ്തു. അപ്പം വീണ്ടും അടുത്ത മാസമായപ്പോൾ 3-ാമത്തെ മാസമായപ്പോൾ വീണ്ടും ഇതുപോലെ ശ്വാസം മുട്ട് വന്നപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും അവളെ അഡ്മിറ്റാക്കി. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എന്നിട്ട് 4-ാമത്തെ മാസം വീണ്ടും അഡ്മിറ്റായി. അപ്പം ഞാൻ ആശുപത്രിയിലിരുന്ന് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും, മോളുടെ കാലൊക്കെ ഇഞ്ചക്ഷൻ മാറി എടുത്ത് ഞരമ്പ് കിട്ടാതെ 4 മാസമായി, കാലൊക്കെ വീങ്ങി അങ്ങനെ പഴുത്തതുപോലെയൊക്കെ ഒരു ഇതായിട്ടിരുന്നു. ഞാൻ എന്നിട്ട് ആ തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മോക്ക് അത് സൗഖ്യം കിട്ടി. പിന്നെ ഇതുവരെ ശ്വാസം മുട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ചെറിയ പനി ചുമ വരുന്നതല്ലാതെ അന്ന് വന്നതുപോലെ ശ്വാസം മുട്ടി ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമതായിട്ട് മോക്ക് 1.5 വയസ്സായപ്പോൾ ഈ വലത് കാല് അരയ്ക്ക് താഴോട്ട് മൊത്തത്തിൽ തളർന്നു പോയി. രാത്രി അങ്ങനെ നന്നായിട്ടിരുന്ന കൊച്ചാണ്. പെട്ടെന്ന് അവളുടെ കാല് മൊത്തത്തിൽ തളർന്ന് നടക്കുന്നില്ല, കുഴഞ്ഞു പോവുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ആകപ്പാടെ പേടിച്ച് രാത്രി ഫുള്ള് ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കൃപാസനത്തിൽ ഒരു ഫോട്ടോ ഉണ്ട്, അത് നോക്കി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, മോള് എണീറ്റ് നന്നായിട്ട് നടക്കണം, എനിക്ക് പേടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ ഇതുപോലെ കാല് വയ്യാത്ത ആളാണ്, അപ്പം അങ്ങനത്തെ ഇത് പറ്റിയോ എന്ന് കരുതി ഞാൻ പേടിച്ചു. എന്നിട്ട് കുരിശ് വരച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും തേനും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ചു. 3 ദിവസത്തിൽ അവൾ സുഖമായി, നന്നായിട്ട് നടക്കുന്നു, വേറെ പ്രശ്നമൊന്നും അവൾക്കില്ല. പിന്നെ ഫെബ്രുവരി മാസമായപ്പോൾ ഇവൾ സംസാരിക്കുന്നില്ല. അപ്പം അംഗൻവാടിയിലൊക്കെ വിട്ടപ്പോൾ ഞാൻ കരുതി അംഗൻവാടിയിൽ പോകുമ്പോൾ ശരിയാകുമെന്ന് കരുതി. അപ്പോഴാണ് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഓട്ടിസത്തിൻ്റെ സിംറ്റംസാണ് അവൾക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. നിങ്ങൾ സ്പീച്ച് കൊടുക്കണം, പിന്നെ ഒക്കുപ്പേഷൻ തെറാപ്പിയും കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ മെഡിസിൻ എഴുതി തന്നു. ഞാൻ മെഡിസിൻ കൊടുക്കുമ്പോൾ അവൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നു. എന്നിട്ട് ഞാനൊന്നും കൊടുത്തില്ല, നേരെ ഇവിടെ വന്നു പുതുക്കി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ തൊണ്ടയിൽ സൈത്ത് പൂശി മോളുടെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയടുത്ത് പറഞ്ഞത്, എന്നെ അവൾ അമ്മാന്ന് വിളിക്കണം, എൻ്റെ മുഖത്ത് നോക്കി എന്നെ അവൾ അമ്മാന്ന് വിളിക്കണം. എനിക്ക് 3 മക്കളാണ്. എനിക്കത് വലിയൊരു വിഷയമായിരുന്നു. മറ്റേ 2 മക്കളും ഓടി വന്ന് എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇവൾ മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതും എൻ്റെ മോൾ എന്നെ അമ്മാന്ന് വിളിക്കണം, അതെനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയടുത്ത് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇപ്പം അവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് അമ്മാന്ന് വിളിക്കും, പപ്പ എന്ന് പറയും. എൻ്റെ മുഖത്ത് നോക്കി എന്നെ അവൾ അമ്മാന്ന് വിളിക്കും. അമ്മാന്ന് വിളിക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാലിൻ്റെ കാര്യവും, കാല് സുഖമായ ഉടനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവളെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതെ പോയത്. ഇത്രയധികം അനുഗ്രഹം എനിക്ക് തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് നൽകിയതിനും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിലും രോഗികൾക്കും, പ്രത്യേകിച്ച് ക്യാൻസർ അങ്ങനത്തെ രോഗമുള്ളവർക്ക് വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ്, എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് തന്നെ ഞാൻ ഓരോരുത്തർക്കും കൃപാസനം പത്രം കൊടുക്കുകയും കാശ് രൂപം വാങ്ങിക്കൊടുക്കും, പൊതിച്ചോറ് കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്യും.